അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് 2026 ജൂൺ മാസം 26 വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനമാണ് കേട്ടോ. നമ്മൾ എങ്ങനെയൊക്കെ തടയാൻ ശ്രമിച്ചിട്ടും സമൂഹത്തിലെ ലഹരി വ്യാപനം നിയന്ത്രിക്കാനായിട്ടില്ല എന്നുള്ളൊരു സത്യമുണ്ട്. ഒരു കൗതുകത്തിന് തുടങ്ങി ഒടുവിൽ തിരിച്ചു വരാൻ പോലും പറ്റാത്ത ഇരുളിലേക്ക് വീണു പോകുന്ന ജീവിതങ്ങൾ വീണ്ടും വീണ്ടും നമുക്കിടയിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ ആഗോള കണക്കുകളൊക്കെ പ്രകാരം നമ്മുടെ ലോകത്തെമ്പാടും ഏകദേശം 316 മില്യൺ ആളുകളാണ് ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നത്. ഇതിൽ 15-നും 64-നും ഇടയിൽ പ്രായമുള്ള ആഗോള ജനസംഖ്യയുടെ ഏതാണ്ട് 6% വരും. അതിലും ഭയാനകമായ കാര്യം, ഇതിൽ ലഹരി ഉപയോഗം മൂലം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും രോഗങ്ങളും അനുഭവിക്കുന്നവരുടെ എണ്ണം 40 മില്യൺ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ലഹരി ഉപയോഗത്തിൽ 23% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ കേരളത്തിൻ്റെ സാഹചര്യവും ഒട്ടും വ്യത്യസ്തമല്ല കേട്ടോ. ഈ ലഹരിക്കടത്ത് കേസുകളുടെ എണ്ണത്തിലൊക്കെ വലിയ വർധനവാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പുകയില മുതൽ MDMA പോലെയുള്ള സിന്തറ്റിക് ഡ്രഗുകൾ വരെ നമ്മുടെ ക്യാമ്പസുകളെയും സ്കൂളുകളെയും ഒക്കെ ലക്ഷ്യമിടുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ലഹരി ഉപയോഗം പ്രധാന നഗരങ്ങളിൽ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ശരാശരി 500-ലധികം കേസുകൾ വീതം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മളെയൊക്കെയും പേടിപ്പിക്കുന്ന കാര്യവുമാണ്. നമ്മുടെ കൗമാരക്കാരെയാണ് ഈ വിപത്ത് ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്നത്. ഔദ്യോഗിക സർവേകൾ പ്രകാരം നമ്മുടെ വിദ്യാർത്ഥികളിൽ 60% പേരെങ്കിലും ലഹരിയുടെ ഭീഷണിയിലോ അതല്ലെങ്കിൽ സാധ്യതയിലോ ആണ്. അതിലും ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം, അഡിക്ഷൻ സെന്ററുകളിൽ എത്തുന്ന കൗമാരക്കാരിൽ 70% പേരും തങ്ങളുടെ 10-ാം വയസ്സിലും 15-ാം വയസ്സിലും ഒക്കെ ലഹരി ഉപയോഗിച്ച് തുടങ്ങി എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരാൾ ലഹരിക്ക് അടിമപ്പെടുമ്പോൾ അയാൾ ഏത് പ്രായത്തിലുള്ളയാളാണെങ്കിലും ആ കെണിയിൽ അതിനൊപ്പം ഒരു കുടുംബം കൂടി വീണു പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മുടെ കുടുംബങ്ങളുടെ, സമൂഹത്തിൻ്റെ, വരും തലമുറയുടെ, ഭാവിയുടെ ഒക്കെ പ്രശ്നവുമാണ്. സ്കൂൾ തലത്തിൽ മുതൽ ശക്തമായ ബോധവൽക്കരണം നടത്തിയും അവബോധമുണ്ടാക്കിയും ലഹരിയോട് നോ പറയാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ് വേണ്ടത്. കേരളം കേവലം നിയമപാലനം കൊണ്ട് മാത്രം ഇല്ലാതാക്കാൻ കഴിയുന്ന ഒന്നല്ല ഈ വിപത്ത്. സർക്കാർ സംവിധാനങ്ങളും അധ്യാപകരും രക്ഷകർത്താക്കളും പൊതുജനങ്ങളും ഒക്കെ ഒരുമിക്കുന്ന ഒരു ശക്തമായ സാമൂഹിക മതിൽക്കെട്ടിലൂടെ മാത്രമേ നമുക്ക് ഈ കുട്ടികളെ ഈ ഇരുട്ടിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കതിന് കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ജീവിതമാകട്ടെ ഏറ്റവും വലിയ ലഹരിയല്ലേ.